നമ്മുടെ വീട് നമുക്ക് സ്വർഗമാക്കാം എന്ന വിഷയമാണ്. വളരെ ചെറിയ ഒരു കുഞ്ഞു വിഷയമാണ്. ആ വിഷയമാണിന്ന് ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശ്വസ്തനും നിഴലും സഹായിയും സന്തത സഹചാരിയും കൂട്ടുകാരനും ഹബീബും ഖലീലും റഫീഖും ഒക്കെയായ സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അറേബ്യയിൽ രാത്രിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. സാധാരണ ഒരു നടത്തമല്ല. നമ്മളൊക്കെ തടി കുറയ്ക്കാൻ വേണ്ടിയും വയറ് കുറയ്ക്കാൻ വേണ്ടിയും രാത്രിയും രാവിലെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനത്തെ നടത്തമല്ല ഇത്. നടക്കാൻ കഴിയുന്നില്ല. വിശന്ന് പരവശനായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മരുഭൂമിയിലൂടെ പതിയെ പതിയെ നടന്നു നീങ്ങാൻ. വീട്ടിൽ കിടന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. അത്രത്തോളം വിശപ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതിയെ നടന്നു പോകുമ്പോൾ മുമ്പിലൂടെ മറ്റൊരാൾ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ക്ഷീണിതനായി നടന്നു പോകുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് മനസ്സിലായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ചെന്നു, സലാം പറഞ്ഞു, മുസാഫഹത്ത് ചെയ്തു. എന്താണ് രാത്രിയിൽ ഇങ്ങനെ? രണ്ടുപേരുടെയും കാരണം ഒന്ന് തന്നെയായിരുന്നു, വിശപ്പ്. വീട്ടിൻ്റെ അകത്ത് നിന്ന് പാതിരാത്രിയിൽ ഇറങ്ങി നടക്കേണ്ടി വന്നത് എന്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് തരുന്നെങ്കിൽ അത് കഴിക്കാമെന്ന് കരുതിയിട്ട. വീട്ടിൽ കിടന്നാൽ വിശന്ന് കിടന്നിട്ടില്ല നമ്മൾ. അതുകൊണ്ടാണ് അത് പറയുമ്പോൾ അത്രത്തോളം ഫീല് നമുക്കുണ്ടാവാത്തത്. നമുക്കുറക്കം വരാത്തത് വയറ് നിറഞ്ഞതുകൊണ്ടാണ്. നമുക്കുറക്കം വരാത്തത് ഫ്രിഡ്ജിലിരിക്കുന്ന ഭക്ഷണം നാളെ എന്ത് ചെയ്യും എന്ന് അറിയാഞ്ഞിട്ടാണ്. നമുക്കുറക്കം വരാത്തത് ഉളുഹിയുടെ ഇറച്ചി പോലും ഒരാഴ്ച കഴിഞ്ഞല്ലോ എൻ്റെ വീട്ടിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്നത്, ഇത് ഞാൻ എന്ത് ചെയ്യും എന്ന ചിന്തയിലും എന്ന ആശങ്കയിലുമാണെങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വല്ലാതെ വിശന്ന് രണ്ടറ്റം ഒട്ടിക്കുക എന്ന് പറയുന്നില്ലേ, അതേ അവസ്ഥയിലേക്ക് എത്തിപ്പോയി. രണ്ടുപേരും പതിയെ മുന്നോട്ട് നടന്നു. രണ്ടുപേരും അങ്ങനെ നടക്കുമ്പോൾ അവരുടെ മുമ്പിലൂടെ അതാ ജീവന്റെ ജീവനായവർ കൊണ്ടു നടക്കുന്ന ഹൃദയത്തിന്റെ തുടിപ്പായ പ്രത്യേകിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അൻനദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാ നബിയേ, വൽ ജുലൂസു മഅക യാ ഹബീബല്ലാഹ്, അങ്ങയോടൊപ്പം ഇരിക്കലാണ് നബിയേ, വ ഇൻഫാഖു മാലി ലദൈക യാ ഖൈറ ഖൽഖില്ലാ, അങ്ങ് പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കലാ റസൂലേ. ഇത് പറഞ്ഞിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അതാ അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാവും. അള്ളാഹിൻ്റെ റസൂൽ പോവാണല്ലോ. രണ്ടുപേരുടെയും നടത്തത്തിന് വേഗത കൂട്ടി ഓടി അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ചെന്നു. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് രണ്ടുപേരും ചോദിക്കുകയാണ്, ഈ സമയത്ത് എന്തേ റസൂലേ, ഈ പാതിരാ സമയത്ത് ഈ മരുഭൂമിയിലൂടെ ചെരുപ്പൊന്നുമില്ലാതെ ഇങ്ങനെ നടന്നു പോകാൻ എന്തു പറ്റിപ്പോയി റസൂലേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഫീ ഹാദിഹി സാ, ഈ പാതിരാത്രിയില് നിങ്ങളെ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കിയ കാരണമെന്താ? പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന എന്തേ കാരണം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന എന്തേ കാരണം? ഈ പാതിരാത്രിയിൽ നിങ്ങളെ രണ്ടുപേരെയും നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തിരുന്ന് പുറത്തിറക്കാനുള്ള കാരണമെന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, വിശപ്പാണ് നബിയേ, വിശപ്പ് മാത്രമാണ് റസൂലേ.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ പുറത്തിറങ്ങണമെങ്കിൽ അത്രത്തോളം വിശപ്പ് ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഒരു പ്രതിസന്ധിയിലും തളർന്നു പോകാതെ, ഒരു പരീക്ഷണത്തിലും ഇടറിപ്പോകാതെ, ജീവിതത്തിന്റെ എല്ലാ നിഖില മേഖലകളിലും ഹൃദയാന്തരത്തിന്റെ ഉള്ളറയിൽ അല്ലാഹുവിനെ വെച്ചുകൊണ്ട് ജീവിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, വിശപ്പാണ് നബിയേ. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് വിശന്നു കിടന്ന മക്കളുടെ കഴുത്തിൽ പോലും കടാര വെക്കാൻ രാക്ഷസന്റെ മനസ്സ് കാണിച്ചിരുന്ന ഉമറുണ്ടായിരുന്നു. മക്കത്തൊരു ഉമറുണ്ടായിരുന്നു. ആരാരും പേടിച്ചിരുന്ന ഒരു ഉമറുണ്ടായിരുന്നു. ആര് കണ്ടാലും ഭയപ്പെട്ടിരുന്ന ഒരു ഉമറുണ്ടായിരുന്നു. ആ ഉമറിനെ തനിക്ക് അല്ലാഹു തന്നതിനെ മുഴുവനും അല്ലാഹുവിന്റെ ദീനിനെ സ്വതക്ക ചെയ്തവനാക്കി മാറ്റിയ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുത്തുനബിയോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, കിടന്നിട്ടുറങ്ങാൻ കഴിയുന്നില്ല റസൂലേ, വിശപ്പ് കാരണമായിട്ടാണ് പുറത്തിറങ്ങിയത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് സ്വഹാബികളോടും പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഏത് കാരണം കൊണ്ടാണോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്, അതേ കാരണം കൊണ്ട് തന്നെയാണ് ഞാനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ മരുഭൂമിയിലൂടെ പതിയെ പതിയെ നടന്ന് നീങ്ങുന്നതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലത്തെ ഭാഗം പിടിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇടത്തെ ഭാഗം പിടിക്കുകയാണ്. യാ ഹബീബല്ലാഹ്, അബുൽ ഹൻസമുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് പോകാം നബിയേ. എന്തെങ്കിലും കാണാതിരിക്കൂല റസൂലേ, എപ്പ ചെന്നാലും എന്തെങ്കിലും തരുമല്ലോ ഹബീബ്. അതുകൊണ്ട് മൂന്നുപേരും കൂടി ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മൂന്നുപേർക്കും നിരാശയില്ല. എപ്പോ ചെന്നാലും എന്തെങ്കിലും ഒരൽപ്പം ആഹാരം കഴിക്കാനുണ്ടാകും. മൂന്നുപേരും അബൂ ഹൻസമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ പ്രിയപ്പെട്ടവരുള്ള മാവ് കൊണ്ട്, ഉള്ള ഇറച്ചി കൊണ്ട് മൂന്നുപേർക്കും മതിയാകുന്ന വിധത്തിലല്ലെങ്കിലും കുറച്ചു ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് പുഞ്ചിരി വന്നു, അൽഹംദുലില്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് പുഞ്ചിരി വന്നു, അൽഹംദുലില്ലാഹ്. ഇവിടെ മുത്തുനബി എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നെഞ്ചു പിടഞ്ഞുപോയി. ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നബിയേ, എന്തിനാണ് ഇപ്പൊ കരയുന്നത് ഹബീബേ? വല്ല സുഭിക്ഷതയില്ലെങ്കിലും അധികമില്ലെങ്കിലും വളരെ കുറച്ചാണെങ്കിലും കഴിക്കാൻ കിട്ടിയല്ലോ ഹബീബേ. മുത്തുനബി പറയാണ്, അബൂബക്കറേ, ഞാൻ പരലോകത്തെ കുറിച്ച് ഓർത്തുപോയി അബൂബക്കറേ, വിചാരണയെ കുറിച്ച് ഓർത്തുപോയി അബൂബക്കറേ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ, 2 പത്തിരി കഴിക്കുമ്പോ പരലോകത്തെ കുറിച്ച് ഓർത്ത് കരയാൻ മാത്രം എന്താ ഉള്ളത് എന്ന് ചോദിക്കുമ്പോഴാണ് അള്ളാന്റെ റസൂലിന്റെ മറുപടി വരുന്നത്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വഹാബാ, വിശപ്പടക്കാനുള്ള ഭക്ഷണം, താമസിക്കാനുള്ള, തണൽ കൊള്ളാനുള്ള, വിശ്രമിക്കാനുള്ള ചെറിയ ഒരു വീട്, അള്ളാന്റെ റസൂല് പറയാണ്, നഗ്നത മറയ്ക്കാനുള്ള ഒരു ചെറിയ വസ്ത്രം, അതിനപ്പുറം എന്തുണ്ടെങ്കിലും പരലോകത്ത് നടത്തുന്ന വിചാരണയുടെ ഭയാനകരമായ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോ ഞാൻ ഭയന്നു പോയതാണ് എന്ന് അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാ, അവര് എന്ത് സുഖമാണ് ലോകത്തനുഭവിച്ചത്. ഇന്ന് പവിത്രമായ പായിപ്പാട് പുത്തമ്പള്ളിയുടെ മുമ്പിൽ ഇരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ പള്ളിയുടെ ഭംഗി പറയുമ്പോ മസ്ജിദുൻ നബവിക്ക് വേണ്ടിയിട്ട് തന്റെ തലയിൽ കല്ല് വെച്ചുകൊണ്ട് നടന്നു പോയവനാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇനി കഴിയില്ല നബിയേ, ഞങ്ങൾക്കിനി കഴിയില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്ത് തളർന്നിരുന്നപ്പോ തന്നോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ടവരോടൊപ്പം കല്ല് തോളത്ത് വെച്ചുകൊണ്ട് അള്ളാന്റെ പള്ളിക്ക് വേണ്ടി ചുമന്നുകൊണ്ട് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തു സുഖമാണ് പ്രിയപ്പെട്ടവരെ അവർ ജീവിതത്തിൽ അനുഭവിച്ചത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, മുത്ത് റസൂലിന്റെ വഫാത്തിന് ശേഷം സ്വഹാബത്തിനോട് പറയാണ്, ചേർത്തുകൊണ്ട് 3 ദിവസം ഞങ്ങളുടെ വീട്ടിന്റെ അകത്ത് തീ പുകഞ്ഞിട്ടില്ല സ്വഹാബാ. ചേർത്തുകൊണ്ട് 3 ദിവസം ചേർത്തുകൊണ്ട് തീ പുകഞ്ഞിട്ടില്ല. എത്ര ദിവസമാണ് മുത്ത് റസൂല് കഴിക്കാതെ കിടന്നിട്ടുള്ളത്. കാരക്കയുടെ കീറുപോലും കയ്യിലെടുക്കാനില്ലാത്ത രാപ്പകലുകൾ എന്റെ മുത്തിനുണ്ടായിട്ടുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ, ജീവിത സൗഭാഗ്യങ്ങളുടെ മുകളിലൂടെ ആഡംബരത്തിന്റെ ചിറകുകൾ വെച്ച് പറന്നു പോകുന്ന പായിപ്പാട്ട ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാനൊന്ന് വിരൽ ചൂണ്ടുകയാണ്. അള്ളാന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയതൊക്കെ ഏറ്റവും വലിയ വിജയമായി കാണണമെങ്കിൽ അതിൽ 4 കാര്യം ഉണ്ടാവണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യം നിങ്ങൾക്ക് അല്ലാഹു ഒരുക്കി തന്നാൽ നിങ്ങൾ പരിപൂർണമായ വിജയത്തിനാണ്. പായിപ്പാട് ഞാൻ ബിസിനസ് നടത്തിയിട്ട് കോടികൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോഴല്ല, സൗഭാഗ്യങ്ങളുടെ നടുവിലാണ് ഞാൻ ജീവിക്കുന്നത്, 3 ജന്മം ജീവിക്കാനുള്ള സാമ്പത്തികം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നതിലല്ല, ചലിക്കുന്ന സ്വർണ്ണക്കട പോലെ നടന്നു പോകുന്ന എന്റെ ശരീരമാണ്, എന്റെ ശരീരം സ്വർണം കൊണ്ട് മൂടാനുള്ള സാമ്പത്തികം എന്റെ മക്കളും എന്റെ ഭർത്താവും എനിക്ക് തരുന്നുണ്ട് എന്ന് പറയുന്നതിലല്ല. അള്ളാന്റെ റസൂല് പറയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യം നിങ്ങൾക്കുണ്ടോ, ആ 4 കാര്യം നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങളുടെ വീട് സ്വർഗമാണ്, നിങ്ങളുടെ മനസ്സ് സ്വർഗമാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ ഗുണമുള്ളവരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യം. അതിൽ ഒന്ന് ജാറുൻ സ്വാലിഹുൻ, നല്ല അയൽവാസി എന്നതാണ്. നല്ല അയൽവാസി. നല്ല അയൽവാസികളാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നമുക്ക് എവിടെയും പോവാം. വീടിന്റെ ചാവി അപ്പുറത്ത് വിളിച്ചിട്ട്, പത്മിനി അല്ലെങ്കിൽ സുബൈദ, അതാ ചാവി ഒന്ന് വെച്ചേരെ, 2 ദിവസം ഞാനിവിടെ കാണൂല, ധൈര്യമായിട്ട് ഏൽപ്പിക്കാം. ഇപ്പൊ നിങ്ങൾ വീടിന്റെ അടുത്ത് താമസിക്കുന്നവരെ ചാവി ഏൽപ്പിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? അൽഹംദുലില്ലാഹ് റാഹത്തായിരിക്കും അല്ലേ? അപ്പൊ ഇതുപോലെ വളരെ വിശ്വസ്തരായ, ഒന്നും ഭയപ്പെടേണ്ട, ഒരു കാര്യത്തിലും ആശങ്ക വേണ്ട, അങ്ങനെ ഭയപ്പെടാത്തൊരു അയൽവാസി നിങ്ങൾക്കുണ്ടെങ്കിൽ, അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അനന്തര സ്വത്ത് മക്കൾക്ക് കൊടുക്കുന്നത് പോലെ ഒരു ഭാഗം അയൽവാസിക്ക് കൂടി കൊടുക്കാൻ അള്ളാന്റെ റസൂല് പറയാണ്. അയൽവാസിക്ക് കൂടി കൊടുക്കാൻ അള്ള പറയുമോ എന്ന് ഞാൻ പേടിച്ചു പോയി എന്നാണ്. അത്രയ്ക്കാണ് അയൽവാസികളുടെ ബന്ധം. ദാടിയുണ്ട്, നിസ്കാരത്തഴമ്പുണ്ട്, വലിയ പായിപ്പാട് പള്ളിയുണ്ട്, സർവ്വതുണ്ട്, തസ്ബി ഉണ്ട്, കയ്യിൽ എണ്ണണതുണ്ട്, ഞെക്കണതുണ്ട്, ഊതണതുണ്ട്, അങ്ങനെയാണ് പുതിയ തസ്ബി, പലതുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള തസ്ബി ഉണ്ട്. പക്ഷേ അയൽവാസിയായിട്ട് കട്ടക്കലിപ്പിലാണ്. പിന്നെ ഈ പറതയിലും മക്കനയിലും ചെടിച്ചട്ടി പള്ളി കൊണ്ടുവച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അയൽവാസിയായിട്ട് നല്ല ബന്ധം ഉണ്ടാവണം, നല്ല റാഹത്തിലായിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരിട്ട് പോയി സംസാരിച്ച് പരിഹരിക്കാം. ഇല്ലാതെ മതിലിൻ്റെ മണ്ടയിൽ കൂടെ തകടും കൂടി എഴുതി, മുട്ടയിൽ ABCD എഴുതി ആടിൻ്റെ മണ്ടയിൽ എറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വളരെ റാഹത്തിലായിരിക്കണം. നല്ല അയൽവാസിയാണെങ്കിൽ മാഷാ അല്ലാഹ് ഒരു പകുതി പ്രയാസം നമുക്ക് അവിടെ തീരും. എന്ത് വിഷയം ഉണ്ടെങ്കിലും, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും. ഇപ്പം നമ്മുടെ നാട്ടിലെ അയൽവാസികൾ, നിങ്ങളുടെ പരിസരത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കോഴികളെ നിങ്ങൾ കൊന്നു, എത്ര കല്യാണം മുടക്കി, എത്ര പ്രശ്നം ഉണ്ടാക്കി, എത്ര ഫിത്ന ഉണ്ടാക്കി. അയൽവാസിയായ പെണ്ണിനെ ഭർത്താവ് കള്ളു കുടിച്ചുകൊണ്ട് ഇടിക്കുന്നത് കണ്ടാൽ നിങ്ങളുടെ അടുക്കളയിൽ സ്റ്റൂളിട്ട് കയറി ജനലിലൂടെ നോക്കിയിട്ട്, താത്ത, പായിപ്പാട്ട താത്ത എന്ന് പറയണ താത്തായ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന താത്തായ. ഇതെന്താ അയൽവാസിയ? നിസ്കാരത്തഴമ്പ് 4 ഉംറ, സിറാജുദ്ദീൻ കാസിമിൻ്റെ കൂടെ 4 ഉംറ ചെയ്തു ഉസ്താദെ ഞാൻ. ഒരു കാര്യമില്ല, ജനലിലൂടെ നോക്കിയിട്ട് ഇതാ പരിപാടി. അപ്പുറത്ത് താത്ത കിടി കിട്ടുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ നമുക്ക് സങ്കടം, അവർക്ക് വേദന ഉണ്ടാകുമ്പോൾ നമുക്കും വേദന. അവർ ഹാപ്പി ആണെങ്കിൽ നമ്മൾ വലിയ സന്തോഷം. എല്ലാ പ്രയാസത്തിലും എല്ലാ പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ഒരു അയൽവാസി. അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒന്നാമത്തെ കാര്യം നല്ല അയൽവാസിയാവുക എന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ സുന്ദരമായ രൂപഭാവങ്ങളെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്തതിനു ശേഷം, അല്ലാഹുവേ
അവരെ പരിസരവാസികൾക്ക് കിട്ടിയിരുന്ന സ്നേഹത്തിന് കണക്കുണ്ടോ? അവര് കൊടുത്തിരുന്ന സൽസ്വഭാവത്തിന്റെ നറുമണത്തിന്റെ പെരുമഴക്കാലങ്ങളുടെ കണക്കുകൾ കഥകളെ പറഞ്ഞാ തീരുവോ, എഴുതിയാ തീരുവോ, പാടിയാ തീരുവോ? അതുകൊണ്ട് ഒന്നാമത്തതാണ്. രണ്ടാമത്തത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അൽ മർഅത്തു സ്വാലിഹാ, സ്വാലിഹത്തായ ഭാര്യ ഉണ്ടാവുക എന്നതാണ്. പള്ളിയുണ്ട്, കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്, നല്ല അയൽവാസികളാണ്, അൽഹംദുലില്ലാഹ്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ പായിപ്പാട്ട് ജോലി കഴിഞ്ഞ് രാത്രി ഒരു 8 മണിയാകുമ്പോ വീട്ടിലേക്ക് പോകാൻ പേടിയാണ്. വീട്ടിലേക്ക് പോകാൻ പേടിയാ. കാരണം എന്താ? വീട്ടിലേക്ക് പോയാൽ അവിടെ ഒരു മുറൈ വന്ന് പാർത്തായ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നുണ്ടാവും, ഫ്രണ്ട് ഡോറിന്റെ അടുത്ത്. അപ്പൊ അത് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് പായിപ്പാട്ട് പള്ളിയിൽ തന്നെ ഉസ്താദിന് കൊണ്ടുവരണ ഭക്ഷണം. ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് ഉസ്താദിനെ കണ്ടപ്പോൾ, അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, ഇവിടെ നിന്ന് ഫുഡ് ഹോട്ടലിൽ നിന്നാണോ വീട്ടിൽ നിന്നാണോ? പത്തനാപുരത്തുകാരൻ സിറാജുദ്ദീൻ കാസിമി കൊണ്ടുവന്നതാണ്. നല്ല വളക്കൂറുള്ള മണ്ണ വാളി, അവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞ് എവിടെ നിന്നാ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടാക്കി. അപ്പോൾ എൻ്റെ പറഞ്ഞു വീടുകളിൽ നിന്ന് ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ സന്തോഷം. കാരണം ഇപ്പോൾ ഇല്ല, ഇപ്പം എല്ലാം ഹോട്ടലിൽ നിന്നാണ്. എവിടെ നിന്നാ ഉസ്താദെ ഭക്ഷണം? ഇന്ന് ബിസ്മി ഹോട്ടലിൽ നിന്നാണ്, നാളെ മദീന ഹോട്ടലിൽ നിന്ന്, മറ്റൊന്ന് മക്ക ഹോട്ടലിൽ നിന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഹോട്ടലിൻ്റെ പേരൊക്കെ, ഇപ്പോൾ അതൊക്കെയാണ്. അപ്പം അങ്ങനെ വീടുകളിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വലിയ സന്തോഷം ഉണ്ടായി. അൽഹംദുലില്ലാഹ്, ഈ സ്നേഹവും പള്ളിയോടും ആലിമീങ്ങളോടും ഒക്കെയുള്ള ഈ സ്നേഹവും ഈ ബന്ധവും അള്ളാഹു നിലനിർത്തി തരട്ടെ. എല്ലാം റാഹത്താണ്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രശ്നമാണെങ്കിൽ അൽ മർഅത്തു സ്വാലിഹ, വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സോലിഹത്തായ ഭാര്യയല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ 75% മനസ്സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥതയുണ്ടാവില്ല. ആകെ ബേജാറും ടെൻഷനും, ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മുഖത്ത് ആ വെളിച്ചുണ്ടാവില്ല. സോലിഹത്തായ ഭാര്യയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ഏതു പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചേർത്തു പിടിച്ചവരല്ലേ ജന്നത്തുൽ മുഅല്ലയിലെ രാജകുമാരിയായ ഉമ്മിനാ ഖദീജ റളിയല്ലാഹു തആല അൻഹാ. ആരംഭ റസൂലിന്റെ കണ്ണ് നിറയുന്നത് ചങ്കുപൊട്ടുന്ന പോലെയാ, അവിടുന്ന് വിഷമിക്കുന്നത് ഹൃദയം പൊടിയുന്ന പോലെയാ. അതുകൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞപ്പോ ആരംഭ റസൂലിന് താങ്ങാനാകാതെ പോയത്. ഏത് മരണത്തിലും പിടിച്ചു നിന്നു, ഏത് പിരിയലും, ഓരോ സഹാബത്തിന്റെ വിട പറയൽ, ഓരോ കുടുംബങ്ങളുടെ വിട പറയൽ, മരണം, അതൊക്കെ നമ്മുടെ മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരമാവധി പിടിച്ചു നിന്നു പോയെങ്കിൽ ദുഃഖവർഷം എന്ന് പേര് പോലും അള്ളാഹു ഇട്ടുകൊടുത്ത ഒരു വർഷമായി മാറിയത് തന്റെ തണലായിരുന്ന, തുണയായിരുന്ന, ഇണയായിരുന്ന, തനിക്കു വേണ്ടി സർവ്വതും മാറ്റിവെച്ച പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്തിരുന്ന് വിട പറഞ്ഞു പോയപ്പോഴാണ്. അങ്ങനെയാവണം പ്രിയപ്പെട്ടവരെ, പായിപ്പാട്ട സഹോദരങ്ങൾ. ഭാര്യക്കൊരു പ്രയാസം വന്നാൽ, പ്രതിസന്ധി വന്നാൽ ചങ്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് ഓടി വന്ന് ഉസ്താദിനോട് പറയണം, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ടവൾക്ക് സുഖമില്ല, ടെസ്റ്റിന് കൊടുത്തിരിക്കുകയാണ്, അപകടങ്ങളില്ലാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറയുന്ന ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ, അർപ്പണത്തിന്റെ ഒരു മനോഭാവം നമുക്കുണ്ടാവണം, തിരിച്ചുമുണ്ടാവണം പ്രിയപ്പെട്ടവരെ. അഭിനയമല്ല. തലയിലായി പോയതുകൊണ്ട് മരിക്കുന്നത് വരെ ചുമന്നുകൊണ്ട് നടക്കാമെന്ന മനോഭാവത്തിൽ കുടുംബജീവിതം എന്ന കാളവണ്ടിയെ ഉന്തിയും തള്ളിയും മുന്നോട്ട് കൊണ്ടുപോയാൽ അതിടയ്ക്ക് പൊട്ടിപ്പോകും, ചീറ്റിപ്പോകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ആത്മാർത്ഥതയുടെ ഹൃദയം തുറന്നു കൊടുത്താൽ മനസ്സിലേക്കൊരു റാഹത്തുണ്ടാകും, ഖദീജ ബീവിയുടെ സുഗന്ധമുണ്ടാകും, മുത്തു ഹബീബിന്റെ പൊരുത്തമുണ്ടാകും. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് തരണേ അല്ലാഹ്. മൂന്നാമത്തത് അള്ളാന്റെ റസൂല് പറയാണ്, വൽ മർക്കബുൽ ഹനിയു, നല്ലൊരു മനോഹരമായ വാഹനം. മനോഹരമായ വാഹനം എന്ന് പറഞ്ഞാൽ കാണാൻ ചന്തമുള്ളത് എന്നതല്ല. മനോഹരമായ വാഹനമെന്ന് പറഞ്ഞാൽ വഴിയിൽ കിടക്കാത്ത വാഹനമെന്നാണ്. അപ്പൊ നിങ്ങൾ പറയും, എല്ലാവർക്കും ഇപ്പൊ നിങ്ങളെ പോലെ വലിയ വലിയ വണ്ടി, ഫോർച്യൂണർ, ഇന്നോവ അതൊക്കെ എടുക്കാൻ പറ്റുമോ? ഞങ്ങൾ പാവങ്ങളല്ലേ, അപ്പൊ ചിലപ്പോ വഴിയിലായി പോകൂലേ, അത് ദീനിനെതിരാണോ എന്ന് ചോദിച്ചാൽ
വഴിയിലായിപ്പോയാൽ ദീനിനെതിരൊന്നുമല്ല, നിങ്ങളുടെ കാര്യങ്ങളും മുടങ്ങിപ്പോവും. അപ്പോൾ കുറഞ്ഞ പൈസ കൊണ്ട് ആ പൈസയ്ക്ക് ഒതുങ്ങുന്ന വാഹനമേ വാങ്ങാവൂ. കുറഞ്ഞ പൈസ കൊണ്ട് വലിയ വണ്ടി വാങ്ങിയിട്ട് ബുറാക്കെന്ന് പേരൊക്കെ ഇട്ട് കല്യാണത്തിന് പോയാൽ പെണ്ണ് പ്രസവിച്ചാലും അങ്ങെത്തത്തില്ല. ആ രീതിയിലുള്ള വണ്ടിയിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? അതിൽ കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് വഴിയിൽ കിടക്കാത്ത വാഹനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പണ്ടൊക്കെ ഒട്ടകവും കുതിരയൊക്കെ ആയിരുന്നു. ഇന്ന് നിങ്ങൾക്ക് കേടാകാത്ത വാഹനം. പായിപ്പാട്ട ചെറുപ്പക്കാരെ കാണുമ്പോൾ തന്നെ അല്ലെ, ഒരു ബുള്ളറ്റൊക്കെ എടുത്ത് കൊടുത്താൽ ഉഷാറാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള നിൽപ്പാണ്. നല്ല പള്ളിയുടെ പേരൊക്കെ എഴുതിയ ടീഷർട്ടും. ശരിക്കും യുവാക്കളെ കണ്ടു. അൽഹംദുലില്ലാ. അള്ളാഹുവേ, നീ അർശിൻ്റെ തണൽ കൊടുക്കണേ റബ്ബേ, അർശിൻ്റെ തണൽ കൊടുക്കണേ അല്ലാ. പള്ളിക്ക് വേണ്ടി അഭിമാനത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എത്ര ടീഷർട്ട് ഉണ്ടാവും സാറേ? എന്തായാലും ഒരെണ്ണം പറ്റൂല, കാരണം ഇന്ന് ഫുള്ളിടുമ്പോൾ അത് വിയർത്ത് നാശാവൂലേ. നാളെ വീണ്ടും ഇടണ്ടേ വേറെ. എത്ര എണ്ണം ഉണ്ട് സുൽഫിക്ക് ടീഷർട്ട് അടിക്കാൻ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ബാക്കിയുള്ളവരോട് പോകുന്ന ഞാൻ ആലോചിക്കുക. ഒരെണ്ണം എന്തായാലും ഒരെണ്ണം മാത്രമായിരിക്കൂല, ഒരെണ്ണത്തിന് തീരൂലേ. എല്ലാ ദിവസവും രാവിലെ അലക്കണ്ടേ? ഇത് രാത്രി ഇങ്ങനെ ഒന്നാമത് ചൂടും കൂടിയല്ലേ. പോട്ടെ. അപ്പോൾ നല്ലൊരു വാഹനം, നല്ല വാഹനം എന്ന് പറഞ്ഞാൽ വഴിയിൽ കിടക്കാത്ത വാഹനം. സഹോദരിമാർ പറയും, ഉസ്താദേ റാഹത്തായി, ഇനിയെങ്കിലും ആ ചത്ത വണ്ടി എൻ്റെ ഭർത്താവ് ഒന്ന് വിറ്റുമല്ലോ റബ്ബേ എന്നേ ഞാൻ പുറകെ നടന്ന് പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ നാണക്കേടാ. ഞാൻ ഇവിടെ അവിടെയൊക്കെ കയ്യൊക്കെ വരച്ച് മറ്റേ സാധനമൊക്കെ എടുത്തിട്ട് ലിഫ്റ്റിക്കൊക്കെ പുരട്ടി വെളുത്ത് തുടുത്ത് ഇങ്ങനെ വണ്ടി കയറി വരും. പായിപ്പാട് ജംഗ്ഷനെത്തും, ഇതാ കിടക്കണ വണ്ടി. എന്നെ അവിടെ കടയുടെ ഫ്രണ്ടിൽ നിർത്തും, മച്ച അടിയോടടിയാൻ. ഇത് സാധനം എഴുന്നേറ്റ് ഇങ്ങനെ പോയെങ്കിലല്ലേ കല്യാണത്തിന് പോകാൻ പറ്റൂ. അതുകൊണ്ട് ആകെ പെട്ടുപോയി എന്ന് പറയുന്ന സഹോദരിമാർ, അത് കൊണ്ട് നടക്കരുത്. അതിനേക്കാൾ കുറഞ്ഞ സൈക്കിളാണോ അത്യാവശ്യം? ഒരു സ്ഥലത്ത് പോകണ്ടേ നമുക്ക്? ഒരു മനുഷ്യന് അത്യാവശ്യം വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ മുകളിൽ മണ്ടയിൽ ഇങ്ങനെ കയറിയിട്ടാകെ പ്രശ്നമായി. നമ്മൾ ബാത്റൂമിൽ വീണ് തലപൊട്ടി, എന്തെങ്കിലും അത്യാവശ്യം വന്നു എന്താ ചെയ്യുക? അയൽവാസിക്കൊരു അത്യാവശ്യം വന്നു. അങ്ങനെ പെട്ടെന്ന് മരുന്നിനും ഗുളികയ്ക്കും അത്യാവശ്യം ചില ചികിത്സയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകേണ്ടി വരൂലേ? അപ്പോൾ ഇതൊരു ഉണ്ടെങ്കിൽ മാഷാ അല്ലാഹ്, ഇതുണ്ടെങ്കിൽ റാഹത്തല്ലേ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകത്തിൻ്റെ ചരിത്രം, ആ പേര് പറയുമ്പോൾ, ഖസ്വ എന്ന് കേൾക്കുമ്പോൾ നെഞ്ചിലിങ്ങനെ ഒരു വല്ലാത്ത ആളലാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ വാഹനങ്ങളിൽ ബറക്കത്ത് തരട്ടെ. നാലാമത്തത്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ മസ്കനുൽ വാസിഉ, വിശാലമായ വീടെന്നാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്. ചെറിയ വീടെന്നല്ല, വിശാലമായ വീട് ഒരു വിശ്വാസിക്ക് വേണമെന്നാണ്. വിശാലം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിനക്കും നിന്റെ കുടുംബത്തിനും ബുദ്ധിമുട്ടില്ലാതെ കിടന്നുറങ്ങാൻ പറ്റുന്ന, വിശ്രമിക്കാൻ പറ്റുന്ന, താമസിക്കാൻ പറ്റുന്ന വീടെന്നാണ് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് 10 മക്കളുള്ളവർക്ക് 2 നില വീടൊക്കെ വെച്ച് 3-4 റൂമൊക്കെ ഉണ്ട്. നല്ല മനോഹരമായ വീടാണ്. ആരും കുറ്റം പറയാൻ പോകണ്ട. പായിപ്പാട് എത്രയോ നല്ല വീടുകൾ ഉണ്ടാകും, എത്രയോ നല്ല ഭവനങ്ങൾ ഉണ്ടാകും. അവര് പണമുണ്ടാക്കിയിട്ടൊരു വീട് വെച്ചു. അവരെ മക്കളും സന്തോഷവും മരുമക്കളും ചെറുമക്കളും ഒക്കെയായി റാഹത്തോടെ കഴിയുന്നുണ്ട്. അത് അവരുടെ കുടുംബത്തിന് ചേർന്ന രീതിയിലാണ്. നിന്നെ എടുത്ത് വിഴുങ്ങുന്ന വീട് വെക്കരുതെന്നാണ് വിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. അള്ളാഹുവിനെ മറന്നുപോകുന്ന വീട്, ബിസ്മി പറയാതെ ഭക്ഷണം കഴിക്കുന്ന വീട്, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നവര് താമസിക്കുന്ന വീട്, ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിനെ ഓർക്കാൻ നേരമില്ലാതെ അഹങ്കാരത്തിന്റെ ആരൂപങ്ങൾ തങ്ങിപ്പാർക്കുന്ന ഭവനം, അതാണ് വിശുദ്ധ ഇസ്ലാം എതിർക്കുന്നതെങ്കിൽ എന്റെ പായിപ്പാട്ട സഹോദരിമാരോട് പറയുന്ന വിശാലത കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് വിശാലമായ മനസ്സുള്ളവര് താമസിക്കുന്ന ഒരു വീടാണ്. എത്ര പേരാണ് ഇവിടെ സ്വന്തമായി വീടില്ലാത്തവര്? എത്ര ആളുകളാണ് സ്വന്തമായി വീടില്ലാത്തവര്? എനിക്കറിയാ. തൃശൂർ ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും മകളും കൂടി തിരുവനന്തപുരം RCCയിൽ മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചികിത്സയ്ക്ക് പോകലുണ്ട്. എന്ന് പോയാലും എന്റെ വീട്ടിൽ വന്നിട്ടാണ് പോകുന്നത്. കുറച്ചു ഭക്ഷണം കഴിച്ച് ചെറിയ ഹദിയൊക്കെ വാങ്ങിയിട്ടാണ് പോകലുള്ളത്. ഒരു ദിവസം വന്നിട്ട് അവര് പറഞ്ഞു, ഉസ്താദ്, ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണത്തെക്കാളുപരി, വണ്ടിക്കൂലിയെക്കാളുപരി
ഞങ്ങൾക്ക് തിരിച്ച് തൃശ്ശൂരിലേക്ക് പോകാൻ കഴിയൂല. ഞങ്ങൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്ന് വാടക കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങളെ പുറത്താക്കിയിരിക്കുകയാണ്. വാപ്പയെയും ഉമ്മയെയും മകളെയും തൂക്കി നോക്കിയാൽ 100 കിലോ വരില്ല, അത്രത്തോളം മെലിഞ്ഞുണങ്ങിപ്പോയവരാണ്. ക്യാൻസറിന്റെ അണുക്കൾ തിന്നു തീർത്തുകൊണ്ടിരിക്കുന്ന ശരീരങ്ങളാണ്. 3 പേർക്കും മാരക രോഗങ്ങളാണ്. ആരോരുമില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം ഞാൻ തുടങ്ങിയ സ്നേഹസാഗരത്തിലേക്ക് അവരെ പറഞ്ഞു വിട്ടിട്ട് 2 ദിവസം നിങ്ങൾ അവിടെ താമസിക്കുക, പിന്നെ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗത്തിന് പോയി. പിറ്റേന്ന് രാവിലെ അവരെ ഫോണിലൂടെ ബന്ധപ്പെടുമ്പോ ആ ഉമ്മ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉസ്താദ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇറങ്ങിപ്പോകാൻ പറയാൻ ആള് വരുമെന്ന് പേടിക്കാത്ത ഒരു വീട്ടിൽ ഞങ്ങൾ കിടക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പിടിച്ചിറക്കാൻ ആരും വരില്ലല്ലോ, പിടിച്ചിറക്കാൻ ആരും വരില്ലല്ലോ, വാടക ചോദിക്കാൻ ആരും വരില്ലല്ലോ. സമാധാനമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാത്രി കിടക്കുന്നതെന്ന് ക്യാൻസറിന്റെ അണുക്കൾ തിന്നു തീർന്ന ശരീരത്തിന്റെ ഒരു ഉമ്മ പറഞ്ഞു പോയെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് കെട്ടുക എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. കഷ്ടപ്പെട്ട് ഓടി നടന്ന് അതിനു വേണ്ടി ത്യാഗം ചെയ്ത് ഒരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലാഹു തന്ന വലിയ നിഅമത്താണ്. പടച്ചവനെ, ഈ പായിപ്പാട് പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുന്നവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഇത്ര ഭംഗിയുള്ള ഒരു വീട്, നിനക്ക് വേണ്ടി ചങ്ങനാശ്ശേരിയുടെ പരിസരത്ത് പായിപ്പാടിന്റെ ഹൃദയത്തില് ഇങ്ങനെ ഒരു സുന്ദരമായ പള്ളി നിനക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് നിർമ്മിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, അതിന്റെ ബറക്കത്ത് കൊണ്ട് മരിക്കുമ്പോ സ്വന്തം വീട്ടിന്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സൗഭാഗ്യം നീ കൊടുക്ക് റബ്ബേ. അല്ലാഹു അതിനുള്ള മഹാഭാഗ്യം തരട്ടെ. ഒരു വീടുണ്ടാവുക, വീട്ടിൽ കുടുംബനാഥൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇന്ന് വരുമ്പോൾ നമ്മുടെ റഹ്മാനിയ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഉസ്താദും കൂടിയിട്ട് കുറേ കാലമായിട്ട് നടത്തുന്ന ഒരു കുഞ്ഞു സ്ഥാപനമുണ്ട്. കുറേ പാവങ്ങളായ മക്കൾ പഠിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്നൊരു യത്തീമായ കുട്ടിയെ അവിടെ ഒരു അഡ്മിഷൻ എടുത്തു. ഇപ്പോൾ 2 ദിവസമായുള്ളൂ. അപ്പോൾ പുതിയ കുട്ടികളെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സന്തോഷിപ്പിക്കാം, കുറച്ച് ബോളൊക്കെ വാങ്ങി കൊടുക്കാം, ആദ്യം കളിപ്പിക്കണമല്ലോ അവരെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒന്ന് ചെന്നതാണ്. ഒരു 4 മണി സമയത്ത്, അസറിൻ്റെ സമയത്ത് അവിടെ എത്തി. മക്കളൊക്കെ കണ്ടു. അപ്പോൾ അതിൽ എൻ്റെ നാട്ടിൽ നിന്ന് വന്ന യത്തീമായൊരു മകനുണ്ട്, ആസിഫ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ വന്നു. ഉസ്താദ് അവിടെ ഇല്ലായിരുന്നു. വരുന്ന വഴിയിൽ ഞാൻ ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് ഞാൻ പോയിരുന്നു, ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു ഉസ്താദിന്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു സന്തോഷമായി. അതിൽ ആസിഫ് എന്ന് പറയുന്ന മോൻ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. നെഞ്ചു പൊട്ടിപ്പോണ സംഭവമാണ്. അവൻ യത്തീമാണ്, അവൻ്റെ വാപ്പ മരിച്ചിട്ട് 2 വർഷമായി. അപ്പോൾ അവർ നിർബന്ധിച്ച് ഈ സ്ഥാപനത്തിനൊന്നാക്കിയാൽ ഉസ്താദ് ശരിക്ക് മക്കളെ എങ്ങനെ പരിചരിക്കും. പഠിപ്പിക്കുന്നതൊക്കെ പിന്നെയാണ്, നല്ല സ്നേഹമാണ്. എന്നെ 6.5 വർഷം പഠിപ്പിച്ച ഉസ്താദാണത്. അപ്പോൾ നല്ല സ്നേഹമാണ്. ആ സ്നേഹം ഇങ്ങനെ കൊടുത്ത് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ 2 വർഷമായി ഇപ്പം മരണപ്പെട്ടിട്ട് ആ മോനെ ഇവിടെ എടുത്തു. ഇന്നലെ രാത്രിയിൽ മക്കൾക്ക് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആരോ അങ്ങനെ ഓഫർ ചെയ്തിട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തിൽ ഈ മകനും അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇവനിങ്ങനെ ബിരിയാണിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. വല്ലാത്ത കരച്ചിലെന്നാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ ഈ കരച്ചിലിങ്ങനെ സഹിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ അതിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട്, ചെറിയ കുട്ടിയാട്ടോ, 10 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്ന് അതിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ പ്രിയപ്പെട്ട മകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അവൻ കോളേജ് വിട്ട് നടന്നു പോയി എന്നാണ്. കോളേജിൻ്റെ സൈഡിലുള്ള വഴിയിലൂടെ നടന്നു. ഉസ്താദ് പുറകെ പോയി അവനെ പിടിച്ചു. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, വാപ്പച്ചി മരിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാനിവിടെ ബിരിയാണി കഴിക്കുമ്പോൾ എൻ്റെ ഉമ്മച്ചി അവിടെ ഇത് കഴിക്കുന്നില്ലല്ലോ, എനിക്ക് ഉമ്മച്ചി മാത്രമേ ഉള്ളൂ. അത് ഓർത്തപ്പോൾ എനിക്ക് ആഹാരം ഇറങ്ങുന്നില്ല എന്ന് 10 വയസ്സ് കഴിഞ്ഞ ഒരു മകൻ എൻ്റെ ഉസ്താദിനോട് പറഞ്ഞിട്ട് സങ്കടത്തോടെ എന്നെ എങ്ങോട്ട് വന്നപ്പോൾ ഉസ്താദ് വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, റബ്ബേ ആ മോനെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കായിരുന്നു. കാരണം ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷമാണല്ലോ ഉസ്താദ് പറഞ്ഞത്. ഇതൊക്കെയാണ് ചില വീടുകളുടെ അവസ്ഥ, ചില കുടുംബങ്ങളുടെ അവസ്ഥ. അള്ളാഹു ഇങ്ങനെ തരുന്നതിനെ വാരിക്കോരിയിട്ട് ഇങ്ങനെ സുഖിച്ച് രസിച്ച് ആനന്ദിച്ച്, എന്ത് പള്ളി, എന്ത് പുതിയ പള്ളി, എന്ത് പായിപ്പാട് പള്ളി, എന്ത് പ്രസംഗം, എന്ത് ഉദ്ഘാടനം, അവന്മാർക്ക് ഭ്രാന്ത്.
എന്ന് പറഞ്ഞ് കൈ മലർത്താൻ തോന്നുന്നത്, ഈ നിഗളിപ്പ് തോന്നുന്നത് അള്ളാഹു കുറേയേറെ തന്നതുകൊണ്ടാണ്. ഒരു പിടി എവിടെയെങ്കിലും അള്ളാഹു തിരിച്ചു കൊളുത്തിട്ടൊരു പിടി പിടിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് കരയുമായിരുന്നു. അതുകൊണ്ടാണ് അകലെ നിൽക്കാൻ, മാറി നിൽക്കാൻ, ദൂരെ പോകാൻ, വരാതിരിക്കാൻ, ഒഴിഞ്ഞു പോകാൻ അതിനൊക്കെ തോന്നുന്നത്. അതുകൊണ്ടാണ്. നമുക്ക് പ്രതിസന്ധികളെ തന്നിട്ടില്ല, പ്രയാസങ്ങളെ തന്നിട്ടില്ല. വീടില്ലാത്ത എത്ര ആളുകളുണ്ട്, സ്വന്തമായി വീടില്ലാത്തവർ. വർഷങ്ങളായി വാടകയ്ക്ക് കിടക്കുന്നവരുണ്ട്, എത്രയോ കാലങ്ങളായി വാടകയ്ക്ക് കഴിയുന്നവരുണ്ട്. ഓരോ പെണ്ണിൻ്റെയും ജീവിതത്തിലെ വലിയ സ്വപ്നം എന്താ? കല്യാണം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഭർത്താവിനോട് പറയും, നമുക്ക് ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട്. ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തിരുന്ന് വിട പറഞ്ഞു പോകുന്ന രംഗം നിങ്ങൾക്കറിയാം. ഇസ്ലാമിന്റെ ശത്രുക്കള് ചുട്ടുപടുത്ത മണലാരുണ്യത്തിലൂടെ മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ വലിച്ചിഴച്ചു കൊണ്ടുവരുമ്പോൾ ശരീരത്തിന്റെ ഒരു ഭാഗത്തിലൂടെ ഇരുമ്പ് പഴിപ്പിച്ച് മറുഭാഗത്തിലൂടെ വലിച്ചൂരിയെടുത്തിട്ട് മാംസം വെന്തുപോയ ഗന്ധമിങ്ങനെ അന്തരീക്ഷത്തിലൂടെ വന്നു എന്ന് ചരിത്രം പറയുന്ന ആസിയാ ബീവി റളിയല്ലാഹു അൻഹ, പെണ്ണെ നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല, പായിപ്പാട്ട പെങ്ങളെ നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നിങ്ങൾ പറയുന്ന ത്യാഗത്തിന്റെ കണക്കെത്രയാ? റമളാൻ മാസത്തിൽ 20 മിനിറ്റ് കൊണ്ട് തീരുന്ന 20 റകഅത്ത് തറാവീഹിന്റെ കണക്കാണോ? നാണമില്ലേ പൊന്നുമോളെ? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് നീ കഷ്ടപ്പെട്ടു എന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? ശരീരത്തിന്റെ ഓരോ ഭാഗവും ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലും കണൽക്കരികളിലും വെന്ത് കരിഞ്ഞു പോയ ആസിയാ ബീവി റളിയല്ലാഹു അൻഹയോട് അവരുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാ? പെണ്ണേ, അല്ലാഹുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിച്ചെറിഞ്ഞാൽ, വിശുദ്ധ ഇസ്ലാമിനെതിരായിട്ട് നീ നിലകൊണ്ടാൽ, ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന മാളികാ സൗധങ്ങളെ നിനക്ക് സമ്മാനിക്കാമെന്ന് പറയുമ്പോഴും ആസിയാ ബീവിക്ക് നിലവിൽ കൊട്ടാരമുണ്ടായിരുന്നു. കുളിക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് പോകുമ്പോ വെഞ്ചാമരം വീശുന്ന തോഴിമാരുണ്ടായിരുന്നു. പക്ഷേ ആസിയാ ബീവി റളിയല്ലാഹു അൻഹ എനിക്കെന്റെ പടച്ചവൻ മതി എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിരുന്ന് വിട പറയുമ്പോ ആസിയാ ബീവി പടച്ചവനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, റബ്ബി ഇബ്നിലീ ഇൻദക ബൈതൻ ഫിൽ ജന്നാ. പടച്ചവരെ, നിന്റെ സ്വർഗത്തിൽ എനിക്കൊരു വീട് തരണേ അല്ലാ, ഒരു വീട് തരണേ റബ്ബേ. എന്തൊക്കെ ചോദിക്കാമായിരുന്നു? സ്വർഗത്തിൽ വീട് മാത്രമേ ഉള്ളൂ, സ്വർഗത്തിൽ വീട് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ചോദിക്കാമായിരുന്ന ഉടയാടകള്, ആഭരണങ്ങള്, തോഴിമാര്. അല്ലാഹുവേ, ജീവിതത്തിന്റെ എത്രയോ എത്രയോ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ മുഴുവനും കരുണയുള്ള പടച്ചവനോട് ഈ കഷ്ടപ്പാടിന് പകരം ആസിയ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ ചോദിച്ചതൊരു വീടാണ്. എന്തേ കാരണമെന്നറിയോ? ഓരോ പെണ്ണിന്റെയും മനസ്സെങ്ങനെയാണ്, ഓരോ പെണ്ണിന്റെയും മനസ്സെങ്ങനെയാണ്. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കാണ്, മുത്തുനബി പറഞ്ഞു കൊടുക്കാണ്, ആയിഷ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും വലിയ വേദന വരുന്നത് എപ്പോഴെന്നറിയോ ആയിഷ? ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന ഏറ്റവും വലിയ വേദന എപ്പോഴെന്നറിയോ? പായിപ്പാട്ട പെങ്ങളെ നിങ്ങൾക്കറിയോ? പായിപ്പാട്ട ചെറുപ്പക്കാരാ നിങ്ങൾക്കറിയോ? ഒരാളെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞതിന് ശേഷം ആ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ഏറ്റവും വലിയ വേദന മയ്യത്ത് അനുഭവിക്കാനുണ്ട് ആയിഷ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അവൻ കഷ്ടപ്പെട്ട് വെച്ച അവന്റെ സ്വന്തം വീടിന്റെ വാതിൽപ്പടിയുണ്ടല്ലോ, അവന്റെ സ്വന്തം വീടിന്റെ വാതിൽപ്പടിയുണ്ടല്ലോ, ആ വാതിലിലൂടെ അവന്റെ മയ്യത്ത് പുറത്തേക്ക് കൊണ്ടിറങ്ങിയാൽ അവന് താങ്ങാനാകാത്ത വേദനയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പായിപ്പാട്ട സഹോദരിമാരും ആലോചിച്ചു നോക്കിയേ, കല്യാണം കഴിയുന്നത് മുതൽ ഭർത്താവിനോട് പറഞ്ഞതാ ഒരു വീട് വേണമെന്ന് പറഞ്ഞതാ. വീടിന്റെ രൂപം ഇങ്ങനെ മൊബൈലിലൂടെ കാണിച്ചു കൊടുക്കുകയാ. വീടിന്റെ ഫ്രണ്ട് ഇങ്ങനെയാവണം, വീടിന്റെ റൂം ഇങ്ങനെയാവണം, വീടിന്റെ കസേര ഇങ്ങനെയാകണം, വീടിന്റെ അലമാര ഇങ്ങനെയാകണം, വീടിന്റെ സ്റ്റെയർ ഇങ്ങനെയാകണം, വീടിന്റെ കിച്ചൺ ഇങ്ങനെയാവണം. എന്റെ മുമ്പിലിരിക്കുന്ന പുരുഷന്മാരെക്കാൾ 100 ഇരട്ടി സ്വപ്നങ്ങളാണ് വീടിനെ കുറിച്ച് പെണ്ണിന് പറയാനുള്ളത്. അങ്ങനെ മനോഹരമായ ഒരു ഭവനം വെച്ചിട്ട് ആ ഭവനത്തിന്റെ അകത്ത് താമസിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ഭവനത്തിന്റെ അകത്ത് സന്തോഷത്തോടെ താമസിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ആ വീടിന്റെ മുറ്റത്തിങ്ങനെ മയ്യത്ത് കിടത്തുക, ആ വീടിന്റെ ഉമ്മറത്താ മയ്യത്ത് കൊണ്ടുവെക്കുക. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒരു മനുഷ്യന് താങ്ങാനാകാത്ത വേദനയാണ് ആയിഷ. വീടിന്റെ പ്രധാന കവാടത്തിലൂടെ മയ്യത്ത് കൊണ്ടിറങ്ങിയ മക്കളെ, വാപ്പച്ചി പോട്ടടാ, പെണ്ണിനോട് ഉമ്മയോട് വാപ്പയോട് എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് മയ്യത്ത് പുറത്തിറങ്ങുന്ന ഒരു രംഗമുണ്ട്. അവൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു വെച്ച വീട്ടിലേക്ക് ഇനി മടക്കമില്ല, ആ വീട്ടിലേക്ക് ഇനി മടക്കമില്ല, ആ വീട്ടിലേക്ക് ഇനി താമസമില്ല. അവന്റെ കട്ടിലില്ല, അവന്റെ കസേരയില്ല, അവന്റെ ലൈബ്രറി ഇല്ല, അവന്റെ അലമാരയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ, ഇതാണൊരു മയ്യത്തിന്റെ നീറുന്ന വേദനയെന്ന് പറയുമ്പോ പായിപ്പാട്ടുകാരും മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾക്ക് ജീവിച്ചു കൊതിതീരാത്ത, താമസിച്ചു കൊതിതീരാത്ത വീട്ടിന്റെ അകത്തിരുന്ന് നിങ്ങളുടെ മയ്യത്ത് പുറത്തിറങ്ങുന്ന രംഗമൊന്ന് ചിന്തിക്കണം. ബഹുമാനനായ നാസറുദ്ദീൻ നദ്വി എന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ സിറാജുദ്ദീൻ ഖാസിമിയുടെ മറ്റൊരു ജ്യേഷ്ഠനാണ്. എന്നോട് വിളിച്ചു പറഞ്ഞതാ, ബാക്കവി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫഖറുദ്ദീൻ എന്ന മരണപ്പെട്ടു പോയ കൂടപ്പുറപ്പൊരു വീട് വെച്ചിരുന്നു. ഒരു മനോഹരമായ വീട്, ഒരുപാട് പണം മുടക്കി വെച്ച വീട്, തന്റെ ഭാര്യയുമൊത്ത് സന്തോഷത്തോടെ താമസിക്കണമെന്ന് അതിയായി ആരെയും പോലെ, എന്നെയും നിങ്ങളെയും പോലെ ആഗ്രഹിച്ചിരുന്ന വീട്. ആ വീട്ടിൽ ഒരു ദിവസം താമസിക്കാൻ, സന്തോഷത്തോടെ താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ദുആ ചെയ്യണേ, സ്വർഗത്തിന്റെ വീട് കിട്ടാൻ. സഹോദരിമാരെ, അല്ലാഹു തരുന്ന വീട് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വീടില്ലായിരുന്നു. നിക്കാഹ് കഴിഞ്ഞിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വീടില്ലായിരുന്നു. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നു, ഫാത്തിമ, താമസിക്കാൻ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വീടില്ല. പുന്നാര ഹബീബിന് വീടുണ്ടോ? പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ രൂപവും കോലവും ഭാവവും എന്തായിരുന്നു? പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ, കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അതു കേട്ടു സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ, അതിർപ്പൂവാം ബിലാലിൻ സ്വരനാദം, യാ റസൂലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, എത്ര പ്രാവശ്യം ഞാൻ മുത്തു നബിയുടെ വീടിന് മുത്തം കൊടുത്തിട്ടുണ്ട് എന്ന് എണ്ണിയാ തീരൂലെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ. എല്ലാരും പോയി കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് പോവാ. പള്ളിയിൽ നിന്ന് എല്ലാരും പോയി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം ഉണ്ടാവും. അള്ളാഹിന്റെ ഹബീബ് വീടിനകത്ത് കയറി ആ വാതിലടച്ച് തിരിച്ചു പോകാൻ നേരം വാതിലൊരു മുത്തം, ചുവരിലൊരു മുത്തം, എന്നിട്ടാണ് ഇങ്ങനെ വരിക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തോ ഒരു സ്നേഹമായിരുന്നു പടച്ചോനെ. അപ്പൊ അവർ ആ വീടിന്റെ അവസ്ഥ തന്നെ അങ്ങനെയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വീടുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു പെണ്ണിനാണ് വീട് ഏറ്റവും ആദ്യം വേണ്ടത് എന്ന് പെണ്ണിന്റെ മനസ്സിങ്ങനെ പറയും, ആണിനല്ല. പക്ഷെ ഇവിടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ടെൻഷൻ എന്താണ്? മുത്തുനബിയുടെ കരളിന്റെ കഷണത്തെയാണ് എന്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഞാനാണ് അത് പരിഗണിക്കേണ്ടത്.
ഏതൊരു പെണ്ണിനും ആദ്യം വീടിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യ തന്നെ ആയിരിക്കും, അല്ലേ? മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചു, നിങ്ങളുടെ ഭാര്യ പറഞ്ഞിട്ടില്ല? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? പെണ്ണുങ്ങൾക്ക് മാത്രമേ ചായ ഉള്ളൂ, ഇവിടെ ആണുങ്ങൾക്ക് കൊടുക്കൂലേ ചായ? നിങ്ങൾ ഭാര്യങ്ങളോട് ഷാഫിയുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ടോ? വീട് വേണമെന്ന് പറഞ്ഞിട്ടില്ല? വീട് വേണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തലാഖിലിട്ട് വേറെ ഒരെണ്ണം കിട്ടും, പെണ്ണായിരിക്കൂല അത്. വീട് വേണമെന്ന് പറയാത്തവരുണ്ടാവൂല. എല്ലാ പെണ്ണിൻ്റെ ആഗ്രഹം അതാ. പിന്നെ കല്യാണത്തിന് ഇങ്ങനെ കഴിപ്പിച്ച് വിടുമ്പോൾ തന്നെ ഉമ്മ പെണ്ണിനോട് പറയും, ചെക്കൻ്റെ കൂടെ നിന്നോളണം, ഒരു പൈസയും പാഴാക്കി കളയരുത്, 2 മാസം കൊണ്ട് വീട് വെക്കണം, അവൻ സ്വർണം വിൽക്കണമെന്നൊക്കെ പറയും. ആ സമയത്തൊക്കെ നിൻ്റെ കയ്യിലാണ് മോളെ, പൊന്നു മോളെ, വിട്ട് കളയല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉമ്മാടെ ഒരു വലിയ ഉപദേശം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചെല്ലുക. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞൊരു 4-5 മാസം അങ്ങനെ കഴിയുമ്പോൾ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഭാര്യ ഇങ്ങനെ പറയും, ഇക്കാ, ഇവിടെ ഇക്കാൻ തന്നെയല്ലേ വിളിക്കുക, അല്ലേ? അങ്ങനെ തന്നെ മച്ചാന്ന് വിളിക്കൂലേ? നിങ്ങൾ സംസാരിക്കും, കുഴപ്പമൊന്നുമില്ല. പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന പറഞ്ഞ് നിങ്ങളിങ്ങനെ നെഞ്ചി വിരിച്ചതിൻ്റെ കാര്യമൊന്നുമില്ല, സംസാരിക്കും, കുഴപ്പമൊന്നുമില്ല. പേരാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബൈറെന്ന് സുധീറെന്ന് അങ്ങനെയൊക്കെയാണോ? അല്ലാഹുവേ, മച്ചാനെന്ന് വിളിക്കുക. അതെങ്ങനെ ചങ്ങനാശ്ശേരി ഭാഗത്ത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, മച്ചാനെന്ന് വിളിക്കുന്ന എൻ്റെ മച്ചാൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? മച്ചാനെ, എൻ്റെ മച്ചാനെ, പൊന്നു മച്ചാൻ, അങ്ങനെയല്ല, അങ്ങനെ വിളിക്കലുണ്ട്. അപ്പോൾ എന്തോ വേട്ടെ, മച്ചാന്നോ ഇക്കാന്നോ, ഇനി പേരാണെങ്കിൽ പേര്. ഇപ്പം അങ്ങനെ പേരാണല്ലോ പുതിയ സ്റ്റൈല്. ഉമ്മായ ആരിഫ എന്നാണ് ഉമ്മാൻ്റെ പേരെങ്കിൽ ആരിഫ കൊച്ചുകള്ളി എന്നത് ഉമ്മായ അങ്ങനെ വിളിക്കാം. പണ്ട് പേടിയായിരുന്നു ഉമ്മായ പേര് വിളിക്കാൻ, അല്ലേ? എൻ്റെ ആരിഫ അറിയാൻ അങ്ങനെയാണ്. മദേഷ് ഡേക്ക് ഉമ്മാക്ക് കത്തെഴുതുകയാണ് വാട്സപ്പിലൂടെ, എൻ്റെ സുബൈദ അറിയാൻ. അതൊരു സ്റ്റൈലാണ്. ഉമ്മാടെ പേര് വിളിച്ചാൽ വീട്ടിൽ ബറക്കത്തുണ്ടാവൂല. ഉമ്മയെയും വാപ്പയെയും കളിയാക്കിയാൽ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവൂല. പഠിച്ചു വെച്ചോളി. ഉമ്മയുടെ പേര് വിളിച്ചാൽ നിങ്ങളെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാവൂല. അതോടുകൂടി കഴിഞ്ഞു. അത് പുതിയ സ്റ്റൈലാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ബറക്കത്ത് ചുവന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കൂല. അതുപോലെ ഉമ്മയും വാപ്പയും കളിയാക്കുന്ന കുറേ മക്കളുണ്ട്, ഒരു ബറക്കത്ത് വരെ ജീവിതത്തിൽ ഉണ്ടാവൂല. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ പെണ്ണിനാണ് ആദ്യം ആഗ്രഹം വരിക. അപ്പോൾ പെണ്ണിങ്ങനെ ഭർത്താവിനോട് ഇങ്ങനെ ചോദിക്കും, മച്ചാനെ ഉറങ്ങിയോ? ഇല്ലടി, എന്താ ഈ പാതിരാത്രി നീ ഉറക്കൂല എന്നെ? അല്ല, എനിക്ക് നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റണില്ല മച്ചാനെ. മനസ്സറിഞ്ഞിട്ടൊരു സ്നേഹം നിങ്ങൾക്ക് തരാൻ കഴിയണില്ല. ഉമ്മായും വാപ്പായും മക്കളും പിന്നെ നിങ്ങളുടെ സഹോദരിയുടെ വാലൂരത്തെ 3-4 കിടന്ന് ഓട്ടും ആകെ ബഹളം. ഇവിടെ എനിക്ക് ഒരു പ്രൈവസി ഇല്ല. ഒരു വീടുണ്ടെങ്കിലേ ഈ ലൈലാര സ്നേഹം എന്തെന്ന് അറിഞ്ഞു. ഈ ഒരു സാധനം മച്ചാന് കിട്ടിയാലുണ്ടല്ലോ, എപ്പോൾ വീട് വെച്ചെന്ന് ചോദിച്ചാൽ മതി. ഇതാണ് താത്തമാരെ കഴിവ്. അവനിങ്ങനെ പിറ്റേന്ന് രാവിലെ ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ ഉമ്മ എന്താ മോനെ ഇങ്ങനെ ആലോചിക്കുന്നത്? ഇല്ലമ്മ ഒന്നുമില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉമ്മാക്ക് മനസ്സിലാവും അവൾ സാധനം സെറ്റാക്കിയിട്ടുണ്ട്, അതിൻ്റെ വർക്കാണ്. ഇപ്പോൾ രാവിലെ ചായ കുടിച്ചപ്പോൾ മകൻ എങ്ങനെ വല്ലാത്ത അഗാധമായ ചിന്തയിൽ എങ്ങനെ പോകും, പടച്ചോനെ എവിടെ നിന്ന് വലിച്ചെടുക്കുമല്ലോ, അങ്ങനെ ചിന്ത ഏത് മേശരി ഏൽപ്പിക്കും. എന്നാലൊരു മാന്യമായ ചെറിയൊരു വീടാണോ താത്താര സ്വപ്നമല്ല. ഏത് പുതിയ വീട് താമസത്തിന് പോയാലും താത്ത ഇങ്ങനെ നോക്കും. ജുനൈദാടെ സ്റ്റെപ്പ് ഇങ്ങനെ, ലൈലാടെ സ്റ്റെയർ ഇങ്ങനെ, സീനാടെ കിച്ചൺ അങ്ങനെ, ഇതൊക്കെ നോക്കി വെച്ചിട്ട് താത്ത ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കും. ഇയാളെ കൊണ്ടത് താങ്ങോ? എന്നാലും പാവപ്പെട്ടം വിചാരിക്കും, നേരത്തെ പറഞ്ഞ അത് കിട്ടാൻ വേണ്ടിയിട്ട് വീടെങ്കിൽ വീടെന്ന് വിചാരിച്ച് ഒരു വീടിന് വേണ്ടി പാവപ്പെട്ടം മെനക്കെടും. അങ്ങനെ എന്തായാലും വീടുണ്ടാക്കും. ഓരോ പെണ്ണിൻ്റെ ആഗ്രഹമാണ്. പക്ഷെ ഇവിടെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫാത്തിമ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നോട് പിണങ്ങുമോ ഫാത്തിമ? ഒരു കാര്യം പറഞ്ഞാൽ എന്നോട് പിണങ്ങുമോ ഫാത്തിമ? നീ ഒന്ന് സഹകരിക്കുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വാക്ക് നീ പറയേണ്ട താമസമേ ഉള്ളൂ ഫാത്തിമ. നമുക്ക് സ്വന്തമായിട്ടൊരു വീടാകും ഫാത്തിമ. ഒരു നല്ല വീട് നമുക്ക് വേണ്ടേ? നമ്മുടെ പ്രിയപ്പെട്ട